ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പൊ പ്രതാപനോട് എനിക്ക് ദേഷ്യം തോന്നുക. നിന്റെ ജീവിതം ഇങ്ങനെ എറിഞ്ഞൊടച്ച് കളഞ്ഞല്ലോ മോളെ അവൻ. പ്രതാപേട്ട നിരപരാധിയാമേ. എന്ത് നിരപരാധി? സ്നേഹിച്ച് കല്യാണം കഴിച്ച ഭാര്യയെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി അവിശ്വസിക്കാണോ വേണ്ടത്? വലിയ തമ്പുരാട്ടിയുടെയും കൊച്ചു തമ്പുരാട്ടിയുടെയും കൊച്ചുമോളുടെയും സംഗമം വീഡിയോ ഷൂട്ട് ചെയ്ത് പ്രതാപനെ കാണിക്കണം. എന്താടി കാണിച്ചത്? വാതിൽ തുറക്കാൻ. മര്യാദയ്ക്ക് വാതിൽ തുറക്കാൻ. ഞങ്ങൾക്കിട്ട് വേല വെക്കാൻ വന്നതല്ലേ, തൽക്കാലം അകത്ത് കിടക്ക്. വാതിൽ തുറക്കാൻ. ആരും വിളിച്ച കേക്കില്ല. അതിനുള്ള പണി ഞാൻ ഇപ്പൊ തരാം. എടി തുറക്കാൻ. എടി തുറക്കാൻ. ഹലോ അമ്മേ. എടാ, ഞാനിവിടെ ഒരു അമ്പലത്തിലെ മുറിയിൽ പെട്ടിരിക്കുവാ. എന്താ? നീ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. അമ്മ അവിടെ പാട്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ, മറ്റൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. എടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താണ്? ഹലോ അമ്മേ. ദീപകേ, ഹലോ ഹലോ. ഇവർക്ക് ബഹളത്തിന്നൊന്ന് മാറുന്ന സംസാരിച്ചൂടെ? മോശം പിടിക്കാൻ. അമ്മേ, 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 എങ്കിലും നീ 24 കൊല്ലം അമ്മയെ മറന്നു നടന്നല്ലോ മോളെ. ഒരിക്കൽ പോലും നിനക്ക് നിന്റെ അമ്മയെ കാണുമെന്ന് തോന്നിയില്ലേ? എങ്ങനെ നിനക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റും മോളെ? അതോ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു വന്നപ്പോ അമ്മ തോക്കെടുത്തതിന്റെ വാശിയിലായിരുന്നോ? ഒരിക്കലും അല്ലമ്മേ, ഒരിക്കലും അല്ല. അതൊക്കെ എന്റെ അമ്മ മറക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. നീ പല സ്ഥലങ്ങളിൽ മാറി മാറി ജീവിക്കുകയായിരുന്നെന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് നിന്നെ കണ്ടുപിടിക്കാൻ പ്രയാസമായിരുന്നു. പക്ഷേ നിനക്ക് എന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നില്ലേ മോളെ?
ഞാൻ അങ്ങനെയൊക്കെ ആയിപ്പോയി അമ്മ. അമ്മ എന്നോട് ക്ഷമിക്കണം. ജീവിതം ഇങ്ങനെ കൊണ്ടുപോയി തകർക്കാനായിരുന്നോ മോളെ നിന്നെ ഞാൻ വളർത്തിയത്? രണ്ടാമതൊരു കുട്ടിയെ കൂടി ഞാൻ പ്രസവിക്കാതിരുന്നത് നിനക്ക് തരുന്ന സ്നേഹം കുറയരുതെന്ന് കരുതി തന്നെയാ. ആ എന്റെ മോള് ഇപ്പൊ ആ പ്രതാപനോട് എനിക്ക് ദേഷ്യം തോന്നുക. നിന്റെ ജീവിതം ഇങ്ങനെ എറിഞ്ഞൊടച്ച് കളഞ്ഞല്ലോ മോളെ അവൻ. പ്രതാപേട്ടൻ നിരപരാധി അമ്മ. എന്ത് നിരപരാധി? സ്നേഹിച്ച് കല്യാണം കഴിച്ച ഭാര്യയെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി അവിശ്വസിക്കാണോ വേണ്ടത്? മറ്റെല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് കൂടെ വന്ന പെണ്ണിനെ ചളുങ്ങിയ തകരപാത്രം പോലെ എറിഞ്ഞു കളയാണോ ചെയ്യേണ്ടത്? പെറ്റ തള്ളത് എങ്ങനെ സഹിക്കും? നിന്റെ ജീവിതം കാണുമ്പോ എന്റെ ചങ്ക് പൊട്ടുക മോളെ. ഒരു രാജകുമാരിയെ പോലെ ജീവിക്കേണ്ട നീയാ പിച്ചക്കാരിയെ പോലെ ജീവിക്കുന്നത്. നീ ഒരിക്കലും തോറ്റുപോയെന്ന് കരുതരുത്. തോറ്റുപോയവരാരും ജയിക്കാൻ അറിയാൻ പാടില്ലാത്തവരല്ല, ചതിക്കാൻ അറിയാത്തവരാ. കഴിഞ്ഞതെല്ലാം ഒരു പാഠമാക്കിയെടുത്ത് തോൽപ്പിച്ചവരൊക്കെ നോക്കി ചിരിച്ച് നീ നിന്റെ കൊട്ടാരത്തിൽ വന്ന് ജീവിക്കണം. പരാജയപ്പെടുത്തിയവർ നിന്റെ വിജയം കണ്ട് നാണം കെടണം, അല്ലാതെ പേടിച്ചോടുകയല്ല വേണ്ടത്. ഓടുന്നവര് ഓടിക്കൊണ്ടേയിരിക്കും ജീവിതാവസാനം വരെ. അമ്മ വാ. നിക്ക് നമുക്കേ ഒരു സെൽഫി എടുക്കാം. ഓ വാ. അമ്മ ചിരിക്കേ. അമ്മയും മോളും കൊച്ചുമോളും 3 ജനറേഷൻ. ഇനി എന്റെ മോള് ഇവിടെ ഒന്നും താമസിക്കണ്ട, സൂര്യമംഗലത്ത് താമസിച്ചാ മതി. അമ്മയും മോളും കൊച്ചുമോളും പിന്നെ കൊച്ചുമകനായ രാജു. അച്ഛൻ വരും അമ്മ. അച്ഛന്റെ തെറ്റിദ്ധാരണകള് മാറും. അല്ലെങ്കിൽ ഞാനും രാജുവും കൂടി അത് മാറ്റും. എന്റെ അമ്മയും എന്റെ അച്ഛനും കൂടി ഒരുമിച്ച് ജീവിക്കും. അതൊന്നും നടക്കില്ല മോളെ. ആ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്തു. രാജു ഒരു മിനിറ്റ്. ഹലോ രാജു, ഞാൻ അമ്മമ്മയോടൊപ്പം അമ്മയെ കാണാൻ വന്നിരിക്കുക തിരുവല്ലത്ത്. അല്ല, ഒരു പ്രത്യേക കാര്യം പറയാനാ വിളിച്ചത്. എന്താ രാജു? വർമ്മ സാറിന് അന്നുണ്ടായ ആ ലോറി ആക്സിഡന്റിന് പിന്നില് ഒരു അനന്തം പിള്ളയാണെന്ന് ഞാനെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അകലേ നോവിനാലേ